My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So let's see എന്താണ് നിങ്ങളുടെ നവംബർ മന്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്, മേജർ ചേഞ്ചസ്, എന്തൊക്കെ മെസ്സേജസ് ആണ് നവംബർ മന്തിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഏത് കളറിനോടാണോ, ഏത് ക്യാൻഡിലിനോടാണോ, ഏത് നമ്പറിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട് യുവർ നവംബർ മന്ത് റീഡിംഗ്. All right, let's start with group number 1. Hey, group number 1, your November month reading. Let's see എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നവംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. So, group number 1, what major blessings are coming for you in the month of November? Are you ready? Group number 1. Wow. സോ ഫാസ്റ്റായിട്ടാണ് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ്ലി ഫാസ്റ്റ്, അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുക, വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോവുക. ഓർ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രയൽ ഉണ്ടാവില്ല, ചില സിറ്റുവേഷനിലേക്ക് ആലോചിച്ച് വരാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല, ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ബിക്കോസ് പെട്ടെന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം, പെട്ടെന്ന് ചില സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സാഹചര്യം, ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ, മെയിൻലി ലൈക്ക് ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത്. സോ നിങ്ങൾ വളരെ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട് ലൈഫിൽ. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കേണ്ടതായിട്ടുണ്ട്, വരേണ്ടതായിട്ടുണ്ട്. സോ ബി പ്രിപ്പയർഡ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് മെയിൻലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആളുകളുടെ പ്രസൻസ് ആൻഡ് ജോബ്. ഓക്കെ, സോ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അപ്രൂവൽ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ ഒരു അപ്രൂവൽ ഓർ എന്തെങ്കിലും കാര്യം ഒരു കൺഫർമേഷനിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ചില കാര്യങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ ലീസ്റ്റ് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ വളരെ കുറഞ്ഞ കാര്യത്തിലേക്കായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ വളരെ ആക്റ്റീവാണ്, നിങ്ങൾ ഫിസിക്കലി വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മന്താണ് നവംബർ. ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാണ്, ഹെൽത്തൊക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസിനെസ് നിങ്ങൾക്ക് ഫിസിക്കലി വളരെ ലൈറ്റായിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നൊരു മാസം കൂടിയാണ്. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മോർ ലൈക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കണം. ചില പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് യെസ് ഞാൻ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ചില ഫംഗ്ഷൻ ഉണ്ടാവുകയാണ്, നിങ്ങളായിരിക്കാം മേൽനോട്ടൊക്കെ വഹിക്കുന്നുണ്ടായിരിക്കാം, വർക്ക് പ്ലേസിൽ അങ്ങനെ ആയിരിക്കാം, ഓർ നിങ്ങളൊരു റെസിഡൻഷ്യൽ സിറ്റുവേഷനിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാൻ സാധിക്കുന്നുണ്ട്, ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്, ആൻഡ് എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സറൗണ്ടിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ബോധരേ ചെയ്യില്ല. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് മെയിൻലി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് വളരെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ അനുഭവിക്കാൻ സാധിക്കും. ഈവൻ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം, പ്രോപ്പർ കോൺവെർസേഷൻ വേണം, എൻഗേജ്മെന്റ് ആവണം, അല്ലെ? ഇപ്പം എസ്പെഷ്യലി നമ്മുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവണം, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം, പ്ലാൻ ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നിങ്ങൾ നവംബർ മന്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രണ്ടുപേർക്കും വളരെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും വീട്ടിലേക്ക് വരാൻ വേണ്ടി, അല്ലെ? അത് പാർട്ട്നേഴ്സിനാണ് നിങ്ങൾ മെയിൻലി കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈവൻ നിങ്ങളൊരു ഫാമിലിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അത്ര സന്തോഷമായിട്ട് തിരിച്ച് വരാൻ തോന്നുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോബിനോ, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ജോബിന് പോകുന്ന ആളുകൾ, നിങ്ങളുടെ പാർട്ട്ണർ പുറത്തേക്ക് പോകുന്ന സമയത്ത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് കാത്തിരിക്കുക, അല്ലെങ്കിൽ അവരും വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങളെ കാണാൻ ഓടി വരിക. ഓക്കെ, സോ ആ ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് ആളുകൾ തമ്മിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് ആളുകളുടെ ഒരു പ്രസൻസ് നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസ്, റിലേഷൻഷിപ്പിലുള്ള ഇതുപോലുള്ള ചില ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷം ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ശരീരത്തിലൊക്കെ ആ ഒരു മാറ്റങ്ങളൊക്കെ ഒരു വിസിബിൾ ആവുന്നത്. നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഗ്ലോ ചെയ്യുന്നതായിരിക്കാം, ശരീരം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. നമ്മളൊരാൾ കെയർ ചെയ്യാനുണ്ട്, നമുക്കൊരാളെ കെയർ ചെയ്യാനുണ്ട്, നമുക്ക് ചില കാര്യങ്ങളുണ്ട് ചെയ്യാൻ, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിനൊരു വാലിഡേഷൻ കിട്ടുന്നുണ്ട്, അത് ഈവൻ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പോലും. സോ അതൊക്കെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഒരു സമാധാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ നവംബർ മന്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ഓ മൈ ഗോഡ്, ടിപ്പ് നമ്പർ 1, നിങ്ങളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റർ ആവുന്നുണ്ട്. ഇപ്പം ഒരാളുടെ ലൈഫിൽ നമ്മുടെ ഒരു പ്രസൻസ് കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഒരു വാല്യൂ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ അമ്മനെ കാണുന്ന സമയത്ത് എന്തൊരു സന്തോഷം ഉണ്ടാവും നമുക്ക്, അല്ലേ? സോ അതുപോലത്തെ ഒരു പ്ലേസിൽ നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണുന്ന സമയത്ത് ചില ആളുകൾക്ക് അത്ര വലിയൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ആളുകൾക്ക് അത്രയൊരു ഇഷ്ടം, ആ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ക്വാളിറ്റീസ് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ ഫെമിനൻ ആയിക്കോട്ടെ, മാസ്കുലിൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫെമിനൻ എനർജി നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം എഫേർട്ട്ലെസ്ലി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ആസ്വദിക്കാൻ സാധിക്കുന്നത് നവംബർ മന്തിലേക്ക് വരുന്ന സമയത്ത്. സോ ചില ആളുകൾ നവംബർ മന്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇവന്റ്സ് ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി ലൈക്ക് മാരേജ് സിറ്റുവേഷനിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. സോ കമന്റ് ബിലോ നിങ്ങൾ എത്ര ആളുകൾ നവംബർ മന്ത് കമ്മിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അത് ഒഫീഷ്യലി ചില കാര്യങ്ങൾ കൺഫേം ആവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഒഫീഷ്യലി ചില പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ആളുകളുടെ ലൈഫിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, വർക്ക് സിറ്റുവേഷനിലായിരിക്കാം. വാട്ട് ഇഫ് ഐ ടെൽ യു, നിങ്ങൾക്കൊരു പെർമനന്റ് റോൾ ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, സോ അത് ഈവൻ ലൈക്ക് വർക്ക് റിലേറ്റഡും ആയിരിക്കാം. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെർമനന്റ് ജോബൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നവംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് നിങ്ങളുടെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് ഇമാജിൻ, നവംബർ മന്ത് നിങ്ങൾ പ്രഗ്നന്റ് ആവുകയാണ്. സോ ആ ഒരു കാര്യം ലൈഫ് ലോങ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? ആ ഒരു അമ്മ എന്നുള്ളൊരു സ്ഥാനം, അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം, കുട്ടി എന്നുള്ളൊരു സ്ഥാനം, അല്ലേ? സോ അതുപോലെയാണ് ചില കാര്യങ്ങൾ, അത് ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല. നവംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്നേക്കുമായിട്ട് വേണ്ട, അതായത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ മാരേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. നിങ്ങളെന്ന വ്യക്തിയിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അതൊരു ജോബിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് നവംബർ മന്ത് സംഭവിക്കുന്ന ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻറ്റൻസ് ഉണ്ടാവുന്നുണ്ട്. സോ വളരെ ആഴത്തിലുള്ള ഇതുപോലത്തെ അനുഭവങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 നവംബർ മന്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പ്ലേസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യത്തെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് കൃഷ്ണന്റെ കഥ ഓർമ്മയുണ്ടോ? കണ്ണന്റെ കഥ. സോ യശോദ കണ്ണന്റെ അടുത്ത് വായ തുറക്കാൻ പറയുന്ന സമയത്ത് ഭൂലോകം മുഴുവൻ കാണിച്ചു കൊടുക്കും വായ തുറന്നിട്ട്, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളത് റിലേറ്റ് ചെയ്യേണ്ടത്, ഐ ഡോണ്ട് നോ വൈ ഐ ടോൾഡ് ദ സ്റ്റോറി, ബട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് ചില ആളുകൾ നിങ്ങൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളുടെ പവർ, നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ്, ഓക്കെ, നിങ്ങളുടെ എബിലിറ്റി, സ്കിൽ, അതൊക്കെ മറ്റുള്ള ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നോക്കി നിൽക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾ അങ്ങനെ ഇന്റൻഷനലി ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലേ? സോ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന ചില കാര്യങ്ങൾ, സോ പ്രോബബ്ലി അത് നിങ്ങളുടെ ചില ക്വാളിറ്റീസ് നിങ്ങൾ പോലും അറിയാതെ പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ നല്ലൊരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോകുന്ന അവസ്ഥയിൽ കൂടെ പോകുന്ന എല്ലാവർക്കും നിങ്ങളെപ്പോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനോ
അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ എടുക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങളുടെ ഇതുപോലെ സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു വ്യത്യസ്തത ആളുകൾ ഡെഫിനറ്റ്ലി അത്ഭുതത്തോട് കൂടിയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, മാനേജ് ചെയ്തു പോകുന്നത് വളരെ പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് ചില ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ഷോക്കേസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസ് അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്, സ്വഭാവത്തിലെ ഗുണങ്ങൾ അവിടെ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. ബിക്കോസ് നവംബർ മാസം നിങ്ങളുടെ സ്വഭാവത്തിലെ ഒരു ഗുണങ്ങൾ, നിങ്ങളുടെ ആക്ഷനിലെ ഗുണങ്ങൾ, നിങ്ങളുടെ ഒരുപാട് നന്മകൾ, നിങ്ങളുടെ ഒരുപാട് കഴിവുകളൊക്കെ ആളുകൾ കൂടുതൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കും അത് വളരെ അത്ഭുതം തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം. ആൻഡ് അഗെയിൻ ഇത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്ത്, അതായത് നമ്മൾ ആഗ്രഹത്തോട് കൂടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ട്, അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കാം പല ആക്ഷനും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഇത് നവംബർ മാസം നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യം നിങ്ങൾ ഒട്ടും ഇന്റൻഷനലി ചെയ്യാത്തതോ എൻഗേജ്ഡ് ആവാത്തതോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നവംബർ മന്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നവംബർ മന്ത് അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആരെന്ത് നോക്കുന്നുണ്ട്, ആര് ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾ അതൊന്നും ബോദർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ആൻഡ് ഈവൻ ലൈക്ക് അവിടെ ഒരുപാട് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ എഫക്റ്റ് ആവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നത് നിങ്ങൾ അങ്ങനെ സിറ്റുവേഷൻ കാരണം ഒന്നല്ല. നിങ്ങൾക്ക് അത്ര സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അല്ലെ? നിങ്ങൾ എന്തിനാണ് വേറെ ഇന്റൻഷനലി അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കിട്ടുന്ന സമയത്ത്, അല്ലെ? സോ എക്സാക്ട്ലി നവംബർ മാസം അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ പുതുതായിട്ട് ജോബിലേക്ക് വരിക, ഏൺ ചെയ്യുക, ചില കാര്യങ്ങൾ. അഗെയിൻ ഇത് നിങ്ങൾ കളക്ട് ചെയ്യുന്നത് നവംബർ മാസം നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാർഡാണ്. വിച്ച് മീൻസ് ലൈക്ക് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇന്റൻഷനലി ഒന്നും ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്, ബട്ട് അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും അത് ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല നിങ്ങളുടെ ആക്ഷൻ വരുന്നത്. ഓക്കെ, ഇവ നിങ്ങൾക്ക് പണ്ടെങ്ങാനോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിയാണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചോ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, റൈറ്റ്? ഇത് മസ്റ്റ് ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1 ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് ഇതൊരു എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ചില ആഗ്രഹങ്ങൾ അങ്ങനെ നടക്കുന്ന സമയത്ത് പറയാൻ മറക്കരുത്. എസ്പെഷ്യലി നിങ്ങൾ മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഓർ നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ആളുകളുടെ പ്രസൻസ്, അപ്രീസിയേഷൻ, വാലിഡേഷൻ ഒക്കെ, റെക്കഗ്നേഷൻ ഒക്കെ വേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു ഗൈസ് വിൽ ഹാവ് ദാറ്റ്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വരുന്നതെങ്കിൽ പോലും. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 എന്താണ് നവംബർ മാസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്, വാട്ട് യു ക്യാൻ എക്സ്പെക്ട്? ഗ്രൂപ്പ് നമ്പർ 1 പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്, റൈറ്റ്? സോ ആൻഡ് അഗെയിൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, വെദർ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, മാരേജ് നോക്കുന്ന ആളുകളായിക്കോട്ടെ, എസ്പെഷ്യലി മാരേജ് നോക്കുന്ന ആളുകൾ, ഓക്കെ, മാരേജ് എന്ന് മാത്രം നല്ലതല്ല, നിങ്ങൾക്കൊരു റൈറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള പ്രപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള അലയൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു ടൈമാണ്, വിത്തിൻ നോ ടൈം. ഓക്കെ, സോ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം ഇല്ലാത്ത പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് വളരെ അൺപ്ലാൻഡ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിലെ ചില നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ,
ബട്ട് ഒരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയായിരിക്കണം, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നവംബർ മന്ത് നിങ്ങൾക്ക് അതിനു വേണ്ടി തയ്യാറാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി തയ്യാറാവാൻ ഒരു ടൈം ഉണ്ടാവില്ല. സോ അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആൻഡ് ചില ആളുകൾക്ക് നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി കരിയർ വൈസ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സക്സസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ജോബിലൊക്കെ നിങ്ങൾ നവംബർ മന്ത് നിങ്ങളുടെ മാസമാണ്. ഫൈനാൻഷ്യലിയും ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് സോ ജോബിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അഗൈൻ അത് ഇല്ലാണ്ടാവുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാവുന്നുണ്ട്. ഒരുപാട് സെൽഫ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെയിൻലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തോന്നുന്ന സ്ഥലത്ത് വന്ന് നിൽക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളിലേക്ക് വന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് സേഫ് ആയിട്ട് തോന്നുന്ന പ്ലേസിലേക്ക് വരിക അല്ലെ. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇമോഷണലി വരുന്ന സമയത്തും നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് നിങ്ങൾ എവിടെ ലാൻഡ് ആവേണ്ടതായിട്ടുണ്ടോ, നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്താണോ അതിലേക്ക് ചില ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ മനസ്സിന് സമാധാനം ഉണ്ടാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം ആ ഒരു റീസൺസ് കൊണ്ടാണ്. സോ ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളൊക്കെ കാണുന്ന സമയത്ത് ആൻഡ് യു ട്രൂലി ഡിസേർവ് ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, സോ നിങ്ങൾക്ക് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻക്രിമെന്റ് ഉണ്ടാവുന്നതായിരിക്കാം, ബോണസ് കിട്ടുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്യാഷ് വരേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്രൂവ് ആയിട്ട് പെട്ടെന്ന് തന്നെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുന്നതും ആയിരിക്കാം. ഓർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചില ഫൈനാൻഷ്യൽ പ്ലാൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ, വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതായിരിക്കാം. സോ ചില ആളുകൾക്ക് അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചില ആളുകൾ വീട് മോഡിഫൈ ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളായിട്ട് തന്നെ. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഒരു ഡിസൈനർ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ സ്പേസിലേക്ക്, വീടെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പേസിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനോ അറേഞ്ച് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ചില വസ്തുക്കൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് മേ ബി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങളുടെ ഒരു സറൗണ്ടിങ്, നിങ്ങളുടെ സ്പേസ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തു വെക്കുന്നുണ്ട്. ആൻഡ് അതും പ്രോബബ്ലി ഒരു റീസൺ ആണ് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനർജറ്റിക്കലി ഇപ്പം ചില കാര്യങ്ങൾ മെയിൻലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഒരുപാട് ഇതുപോലെ റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്. സോ മെയിൻലി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പേസിൽ അങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഗ്രാജുവലി നിങ്ങളുടെ ബ്രെയിൻ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ പല തോട്ട്സിൽ നിന്നും പല സിറ്റുവേഷനിൽ നിന്നും നാച്ചുറലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടായിരിക്കണം. അത്ര കാലമായിട്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നതായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സ് അതിൻ്റെ രീതിയിൽ അതുപോലെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നില്ല ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത്, ബിക്കോസ് നിങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുകയാണ്. ഓക്കെ, സോ അതും ഒരു റീസൺ ആണ് നിങ്ങളെ ഒരുപാട് റിഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഇത് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hello, group number 2, your November month reading. What major blessings are coming for you? Group number 2. So let's see group number 2. എന്താണ് നവംബർ മാസം നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, അഷ്വറൻസ് ഓർ ഗൈഡൻസ്? ഗ്രൂപ്പ് നമ്പർ 2, നവംബർ മാസം നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് അതാണ് നിങ്ങൾക്ക് അതായത് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്, സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നത്
ഇതുപോലുള്ള സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക, ഇഷ്ടം തുറന്നു പറയുക, അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചില ഇഷ്ടങ്ങളെ നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ നവംബർ മാസം വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ട്. ഇഷ്ടമുള്ള കാര്യത്തെ പറ്റി സംസാരിക്കാം, മനസ്സ് തുറന്ന് സംസാരിക്കുക, ഒരു കളങ്കമില്ലാണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാണ്ട് സംസാരിക്കുക. മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ബട്ട് അവിടെ ഇമോഷണൽ ആയിട്ടൊന്നല്ല നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു വിഷമത്തോട് കൂടിയിട്ടല്ല നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു സ്റ്റോറി ആയിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ പറയുന്നതായിരിക്കാം ചില പ്ലേസിൽ വരുന്ന സമയത്ത്. അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ മെയിൻലി ലൈക്ക് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യം അതിനോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് വേണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫ്രീഡം, സന്തോഷം ഒക്കെ നിങ്ങൾ നവംബർ മാസം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉള്ളിൽ ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി, അതായത് സ്നേഹം കൊടുക്കുക, എക്സ്പ്രസ് ചെയ്യുക, അത് ഒരു മനുഷ്യൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. ആൻഡ് അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, മറ്റുള്ള ആളുകൾക്ക് അതായത് ചില ആളുകളോട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മുന്നുള്ളൊരു എക്സ്പീരിയൻസ് കാരണമായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ നവംബർ മാസം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലുള്ള ഫ്രീഡം നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ആസ്വദിക്കുക, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചില ആളുകളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വിട്ടുപോകരുത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളൊരു പ്രോ ആവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ലൈക്ക് ചില പ്ലേസിൽ അത് ലൈക്ക് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാന്ന് മാത്രം എന്നുള്ളതല്ല. എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി 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 ഇട്ടുള്ള ചില കാര്യങ്ങൾ ചില ആളുകളുടെ സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം നിങ്ങൾ, അല്ലെ? അത് സങ്കടം ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, വിരോധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ക്രേവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും, പറയണം 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 എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. അത് പ്രോബബ്ലി ഒരു കറേജ് വേണ്ട ഒരു കാര്യമായിരിക്കാം. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നത് എന്നുള്ളത്, അല്ലെ? സോ ചില കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അവരോടുള്ളൊരു ബഹുമാനം കൊണ്ടായിരിക്കാം, പേടി കൊണ്ടായിരിക്കാം, പല പല സിറ്റുവേഷൻ ആയിരിക്കാം. ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ റിലേറ്റ് ചെയ്യാം? വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് അവിടെ എഗെയിൻ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറയാൻ പറ്റാതെ വരിക എന്നുള്ളത്, അല്ലെ? സോ അവിടെ നിങ്ങൾക്ക് ഓക്കെ, എനിക്ക് ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത്, വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ആരും ആയിക്കോട്ടെ, ചില ആളുകളുമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇതാണ് എനിക്ക്, അതായത് നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആവുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലെ. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ഒരു കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ആളുകൾ ലിസൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ ലൈക്ക് ശ്രദ്ധിക്കുകയാണ്, ലൈക്ക് നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു മാറ്റം എന്നൊക്കെ, അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ നൈറ്റിലായിരിക്കാം കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നവംബർ മന്ത്. ബിക്കോസ് നിങ്ങൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ചില ആളുകളോടൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരികയാണ്. സോ നമുക്കറിയാം, ആദ്യമായിട്ടൊരു റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് സംസാരിക്കും, അല്ലെ? സോ ഗ്രൂപ്പ് നമ്പർ 2 മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ നവംബർ മന്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരിക, ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. സോ പ്രോബബ്ലി നിങ്ങൾ നൈറ്റിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? നൈറ്റിലായിരിക്കും നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുന്നത്. അഗൈൻ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡേ ടൈമിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നൈറ്റിൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടും കൂടെ കാണുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നൈറ്റ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നൈറ്റ് പ്രിഫർ ചെയ്യുക. ചില കാര്യങ്ങൾ എഴുതാനൊക്കെ താല്പര്യം ഉള്ള ആളുകൾ പറയാൻ, സംസാരിക്കാൻ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, സോ നൈറ്റ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കാം. ബിക്കോസ് നൈറ്റിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, so see, what I can feel is group number 2, നിങ്ങൾക്കൊരു
നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഓണർഷിപ്പ് ഉണ്ടാവുന്നത് പോലെയാണ് നവംബർ മാസം. ഓക്കെ, സോ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ വന്ന് കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരാളല്ല നിങ്ങൾ നവംബർ മാസം. അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇനി അങ്ങനെയല്ല നിങ്ങൾ. ഓക്കെ, അത് എല്ലാ പ്ലേസിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു ഓണർഷിപ്പ് നിങ്ങൾക്ക് സ്വയം കാണിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മേലെ. ഓക്കെ, സോ ധൈര്യം ഉണ്ടാവുന്നുണ്ട്, ധൈര്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നവംബർ മാസം നിങ്ങളുടെ വെപ്പൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരമാണ്. ഓക്കെ, സംസാരിച്ച് തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തർക്കത്തിൽ വരണം, തർക്കത്തിൽ വന്ന് നിങ്ങൾ ജയിക്കുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, തെറ്റും ശരിയും ഒക്കെ മാറ്റി മാറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു നെക്സ്റ്റ് ഫേസിലേക്ക് ചില സാഹചര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ചിലതൊക്കെ നമ്മൾ ചെയ്ത് തീർത്താലേ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു തീർത്താലേ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. സോ നവംബർ മാസം നിങ്ങൾ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. എന്താണോ അങ്ങനെ ഒരു മൂവ് ചെയ്യാണ്ട് അനക്കില്ലാണ്ട് കിടന്നിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു വീല് തിരിയുന്നുണ്ട്, കാലം മാറുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ കാലം, നിങ്ങളുടെ ടൈം ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കേണ്ട ടൈം, ഇനി നിങ്ങൾ ആസ്വദിക്കേണ്ട ടൈം ഗ്രൂപ്പ് നമ്പർ 2 നവംബർ മാസം. നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ടൈം, നിങ്ങളുടെ ടൈം ഹൈലി കണക്റ്റഡ് ആവുന്നുണ്ട്. ചില ആളുകൾ ഹൈലി നിങ്ങളുടെ ടാലന്റിലേക്ക്, നിങ്ങളുടെ ഇന്നർ പവറിലേക്ക് ഹൈലി കണക്ട് ആവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, ഐ ഹാവ് നോ വേർഡ് ടു എക്സ്പ്രസ് ദിസ്. ഓക്കെ, സോ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഹിഡൻ ടാലൻസ് അതിലേക്ക് ആൻഡ് അഗെയിൻ അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു സൈക്കിക് ടാലൻറ്റും ആയിരിക്കാം. ഓക്കെ, സോ അവിടെ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ സ്വയം, ബിക്കോസ് നവംബർ മാസം നിങ്ങളുടെ ഉള്ളിലെ ചില കഴിവുകൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. സോ പ്രോബബ്ലി ഒരു മേ ബി കുറച്ച് ഫേസിലൂടെ നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്കത് വേണോ വേണ്ടയോ അഡാപ്റ്റ് ചെയ്യണോ എന്നുള്ള ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബിക്കോസ് ചില ആളുകൾ നിങ്ങളുടെ ഒരു ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ കാണിക്കാത്ത ചില ക്വാളിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് വരുന്നത്. ബിക്കോസ് നിങ്ങൾ കുറെ കൂടെ എക്സ്പാൻഡ് ആവുന്നുണ്ട്, ഇവോൾവ് ആവുന്നുണ്ട് നിങ്ങളുടെ സോൾ. ഓക്കെ, group number 2, your November month. So it's like നിങ്ങളുടെ ചില ക്വാളിറ്റീസ് നിങ്ങൾ സെർവ് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ സെർവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നവംബർ മാസം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഒക്കെ വെച്ച് നിങ്ങൾ ഇൻകംസ് ഏൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം, ബിസിനസ് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും. അത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, കുക്കിംഗ്, ഫുഡ് ഓർ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഗൈൻ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഫാഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ. ഓർ ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഉള്ള ചില മൾട്ടി ടാലൻസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കാം. സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കൊണ്ടുതരിക എന്നുള്ളത് ആയിരിക്കില്ല അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ബട്ട് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾ കൂടുതൽ ഇവോൾവ് ചെയ്യാനും ആ ഒരു സാഹചര്യം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ നാച്ചുറലി അല്ലെങ്കിൽ ചില സാഹചര്യം നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചില സാഹചര്യം നിങ്ങൾ ഒരുപാട് ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ധൈര്യം തോന്നാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 2 നവംബർ മാസം നിങ്ങളെ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങളെ നിങ്ങളൊരു പരീക്ഷണ വസ്തു ആക്കുന്ന ഒരു ടൈമും കൂടിയാണ് നവംബർ മന്ത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതും പുതിയതായിട്ടൊക്കെ ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 2 കുറേ കാലത്തിന് ശേഷം നിങ്ങളുടെ ഒരു പ്രസൻസ് ചില പ്ലേസിൽ കാണിക്കുകയാണ്. സോ നിങ്ങൾ
ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? ഒരുപാട് ക്യാഷ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ അതും നവംബർ മന്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അത് നിങ്ങൾ വളരെ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, എനിക്ക് നിങ്ങളൊരു ഡിസ്റ്റൻസിലൊക്കെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകളെ വന്ന് കണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സോ നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ, എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യലി ഉള്ളൊരു സപ്പോർട്ട്, ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണോ നിങ്ങൾക്ക് ക്യാഷ് വേണ്ടത് അതുപോലത്തെ ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, യോർ നവംബർ മന്ത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ, അതായത് അഗൈൻ നിങ്ങൾക്ക് വേണ്ടി ചില ടാസ്ക് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ സോളിന്റെ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സോളിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ്, നെക്സ്റ്റ് ഫേസ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഒരുപാട് ഇവോൾവ് ആവുന്നുണ്ട് നിങ്ങളുടെ സോൾ. ഓക്കെ, സോ അടുത്തൊരു തലത്തിലേക്ക്, ജീവിതത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് പോവാനും ചില അനുഭവങ്ങൾ അനുഭവിക്കാനും ഉള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുവരെ നിങ്ങൾ ജീവിച്ച പോലെ അല്ല നവംബറിലേക്ക് വരുന്ന സമയത്ത്. ചില ആളുകൾ ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ റീസെന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെ? സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്നത് പോലെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അല്ലെ? എന്തൊക്കെയോ നിങ്ങളുടെ തോട്ട്സിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഫൈനാൻഷ്യലി മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം, സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല, കേൾക്കാൻ ആളില്ല, അങ്ങനത്തെ ഒരു ഫേസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് റീസെന്റ് ആയിട്ട് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ നവംബർ മന്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അവൈലബിൾ ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്നതുമായിരിക്കാം. ഓക്കെ, സോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഫ്ലോ അല്ലെങ്കിൽ ഒരു അനക്കം, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് കുറച്ച് സ്റ്റക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ. ഓക്കെ, സോ നിങ്ങൾക്കൊരു റിച്ച്നെസ് നിങ്ങളുടെ ലൈഫിൽ പല റീസൺസ് കൊണ്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ആൻഡ് എഗെയിൻ നിങ്ങൾക്കൊരു റിച്ച്നെസ് തോന്നാൻ കാരണം, അല്ലെങ്കിൽ ലൈഫ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫ് കുറെ കൂടി ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, ചില കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, നിങ്ങൾ ഒരുപാട് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നതായിരിക്കാം. ക്ലിയർലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഒരു എഫേർട്ട് കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ റീഓർഡർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡ് ആയിരിക്കാം, ലൈഫ് സാഹചര്യം ആയിരിക്കാം, നിങ്ങളുടെ സറൗണ്ടിങ് ആയിരിക്കാം, മൊത്തത്തിൽ ഒരു റീഅറേഞ്ച്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സോ ഒരു ഹെൽത്തി ഹാബിറ്റ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ എവിടെ എന്തുണ്ട് എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതായത് നമ്മൾ വളരെ മെസ്സപ്പ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്ലീൻ ആക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഓരോ കാര്യങ്ങൾ അതിന്റെ ഒരു റൈറ്റ് പ്ലേസിൽ കൊണ്ടുവച്ച് ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ട്, അല്ലെ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കതൊരു നല്ലൊരു ക്ലാരിറ്റി തരികയാണ്. ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് എൻഗേജ്ഡ് ആവുന്ന ഒരു പ്രോസസ്സാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫ്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉണ്ട് പല സിറ്റുവേഷൻ കാരണം. എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം, കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ അതായിരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞതുപോലെ തോന്നുന്നുണ്ടായിരിക്കാം. പലതും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല, പലതും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നിങ്ങൾ വളരെ
സമാധാനത്തോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് ദിവസം ചില പ്ലേസിലേക്ക് വന്ന് അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലേക്ക് വന്ന് നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അൺലോക്ഡ് ആവുന്നത് ചില കാര്യങ്ങൾ, ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എവിടേക്കാണോ ഒരു മെസ്സപ്പ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണോ, ഇതൊക്കെ ഞാൻ മാറ്റി വെക്കേണ്ട കാര്യമാണോ, ഇത് ആവശ്യമുള്ള കാര്യമാണോ, അങ്ങനെ നിങ്ങൾ ചില മാറ്റങ്ങൾ അവിടെ നിങ്ങളുടെ തോട്ട്സിൽ വരുത്തുക. എന്തിലേക്ക് നിങ്ങളുടെ എനർജി കൊടുക്കണം, ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മെയിൻലി നിങ്ങളുടെ സ്പേസിലേക്ക് ഒന്ന് നോക്കുക. ബിക്കോസ് നിങ്ങൾ ജീവിക്കുന്ന ഒരു സറൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടൈമിൽ. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, നീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിൽക്കുന്ന സ്പേസ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താവണം, എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. ആൻഡ് മെയിൻലി അവിടെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മനുഷ്യന് ഞാൻ എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് വെറുതെ സംഭവിക്കുകയല്ല. അതാണ് പ്രോബബ്ലി നിങ്ങൾക്കൊരു പുതിയൊരു മാറ്റം, പുതിയ ലൈഫ് ജീവിക്കാൻ ഒരു പ്രേരണ ഉണ്ടാവുന്നത്, ഇറങ്ങിത്തിരിക്കാൻ പുതിയ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആവുന്നുണ്ട് പല പ്ലേസിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത്, നവംബർ മാസം നോക്കുന്ന സമയത്ത് എല്ലാം വെൽ അറേഞ്ച്ഡ് ആണ്. നിങ്ങളുടെ റൂം ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ ചിന്തകളായിക്കോട്ടെ, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാം. ബിക്കോസ് അതാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി തെളിയിച്ച് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hello, group number 3, your November month reading. What major blessings are coming for you in the month of November? സോ നമുക്ക് നോക്കാം ഗ്രൂപ്പ് നമ്പർ 3 എന്താണ് നവംബർ മാസം നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഫ്രം നവംബർ മന്ത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 ആളുകളുടെ വാക്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കോൺസ്റ്റന്റ്ലി ആരുടെ വോയിസ് ആണോ കേൾക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ ഒരുപാട് കാര്യം ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം. ചില ആളുകളുടെ വാക്കുകൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ആ ഒരു ഫാൻറ്റസിയിൽ നിങ്ങൾ എപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കാം. വാക്കുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാൻറ്റസി അഗെയിൻ ഒരു കൈൻഡ് ഓഫ് ടോക്സിസിറ്റി ആണ് അല്ലേ. സോ ഇപ്പം ചില പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ചില ആളുകളെ നിങ്ങളൊരു പ്ലേസിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കണം. ആ ഒരു മായ കൊട്ടാരത്തിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം എന്നറിയാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഈ ഒരു ടൈം. സോ നിങ്ങളത് നവംബർ മാസത്തിലേക്ക് നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുപോകാതിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, or നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു, നിങ്ങളത് വളരെ പേഴ്സണൽ ആയിട്ട് എടുത്തു, or എന്താണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളത് മസ്റ്റായിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളത് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കണം, അതായിരിക്കാം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതും റിലീസ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ കാര്യത്തെ പറ്റി നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നവംബർ മാസം നിങ്ങൾ ശരിക്കും നിങ്ങളൊരു പോരാളിയായിട്ട്, നിങ്ങൾ എസ്പെഷ്യലി മറ്റുള്ള പ്ലേസിലേക്ക് വരുന്ന സമയത്തല്ല, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ആ ഒരു പോരാളിയായിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ തോട്ട്സ് തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിരിക്കാം. ഓക്കെ, ആൻഡ് അത് ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ മൈൻഡിന്റെ ഒരു കൺട്രോൾ തിരിച്ചെടുക്കാനാണ് നവംബർ മാസം നിങ്ങളുടെ അടുത്ത് പറയുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും.
ഓക്കെ. സോ നവംബർ മാസം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ആളുകളുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സോളിറ്റ്യൂഡ് തരുന്നത് നിങ്ങളെ ഫിൽട്ടർ ചെയ്യാനും നിങ്ങളെ ക്ലെൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, കഴിയുന്നത് നിങ്ങൾ ആ ഒരു സ്പേസിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളെ ക്ലെൻസ് ചെയ്യാനും നിങ്ങളൊന്ന് ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കാൻ, അതായത് ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ടൈമാണ് നിങ്ങൾക്കത് നിങ്ങളൊരു സ്ട്രോങ് വേർഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അല്ലെങ്കിൽ ഇനി വരുന്ന ലൈഫ് ഇവന്റിലേക്ക് നിങ്ങളെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രിപ്പയർഡ് ആക്കേണ്ട ഒരു ടൈമാണ് നവംബർ മാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ചിലത് നിങ്ങൾ മറ്റുള്ള ആളുകളെ, എങ്ങനത്തെ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു, ഈവൻ നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളും അവർ തരുന്ന മെമ്മറീസ്, അവരെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഫാന്റസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നവംബർ മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ലെറ്റ്സ് ക്ലോസ്. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. റൈറ്റ്, ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില സാഹചര്യത്തിൽ കൂടെയൊക്കെ പോയി ഒരു മായാലോകത്തുകൂടെയൊക്കെ പോയിട്ട് തോന്നിയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈനലി അതൊന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ നവംബർ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിയൽ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാണ്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാണ്, ജീവിതം കാണുകയാണ്. നിങ്ങൾ അതുവരെ എവിടേക്കോ എന്തൊക്കെയോ ആയിട്ട് നിങ്ങൾ സ്റ്റക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ വറി ചെയ്യുന്ന കാര്യങ്ങൾ, റൈറ്റ്, അത് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല ലൈഫിൽ. കമോൺ ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നവംബർ മാസം നിങ്ങൾക്ക് ഇതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നവംബർ മാസം നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ആളുകൾ കാരണം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സ്റ്റക്കാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്ലേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരാനുള്ള ഒരു സ്പേസ് നവംബർ മാസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാൻ, മെയിൻലി ലൈക്ക് ആവശ്യമില്ലാത്ത ആളുകളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് അത് വളരെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മെയിൻലി നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ബഹളമുള്ളൊരു പ്ലേസിൽ നിങ്ങൾ ജീവിക്കുന്നത് പോലെയാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ളത് പോലെയാണ് ഈ ഒരു സമയത്ത് ചില ആളുകളെങ്കിലും പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ചിന്തിക്കാൻ സാധിക്കുള്ളൂ, സമാധാനമായിട്ട് ഉറങ്ങണം നിങ്ങൾ. ഓക്കെ, സ്പെഷ്യലി നൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് അത് ഓവർ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ പോവരുത് നിങ്ങൾ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, ബിക്കോസ് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പല പ്ലേസിലും നിങ്ങൾ സ്റ്റക്ക് ആണെന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനെ പറ്റിയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതല്ല, ഓക്കെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ചില മാറ്റങ്ങൾ വേണം. സോ അങ്ങനെ നിങ്ങൾ മെൻ്റലി വരുന്ന സമയത്ത് പ്രിപ്പയർഡ് ആവുന്നുണ്ട് ആൻഡ് സ്ലോലി നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നവംബർ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ ഒരു പ്ലാൻ ഒക്കെ തയ്യാറാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളുണ്ട്, മാറ്റി നിർത്തേണ്ട ആളുകളുണ്ട്. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു നവംബർ ഒരു ഹാഫ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നിങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു പകുതി വരെ നിങ്ങൾ ഇങ്ങനെ റിഫ്രഷ് ചെയ്യുന്ന ഒരു ടൈമിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ അത് പ്രോബബ്ലി നവംബർ ഒരു 15 ഒക്കെ കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു യാത്ര തുടങ്ങിയിട്ടുണ്ട്, ബട്ട് നിങ്ങൾ പ്രോബബ്ലി സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കും ആ യാത്രയിൽ.
കൂടെ എടുക്കാൻ പറ്റാത്തൊരു പ്ലേസിലായിരിക്കാം നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് നവംബർ മാസം അഗെയിൻ നിങ്ങൾ നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, എന്തിനാണ് ആ ഒരു യാത്ര തുടങ്ങിയത്, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണം, ബട്ട് നിങ്ങളൊരു റോങ് പ്ലേസിലായിരിക്കാം സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം അല്ലെ. സോ നിങ്ങളത് മാക്സിമം ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം, നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ആ ഒരു മായക്കൊട്ടാരത്തിലാണ് നിങ്ങൾ കുറെ കാലമായിട്ട് ആളുകളുമായിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക, ചില ആളുകളെങ്കിലും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു രീതിയിലും റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കുക. സോ അത് മനസ്സിലാക്കി, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് പാർട്ട്ണർ വേണം, ബട്ട് ഇത് വർക്ക് ആവാത്തൊരു കാര്യമാണ്. സോ നിങ്ങൾ ആ ഒരു ജേർണി, ഈ ഒരു കാര്യം വിട്ട് കളഞ്ഞ്, എന്താണ് വർക്ക് ആവാത്തത് അത് വിട്ട് കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, സോ ഇതുപോലുള്ളൊരു മാറ്റം ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമുണ്ട്, ബട്ട് നിങ്ങൾ പുതിയൊരു ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ആ ഒരു സ്പിരിച്വൽ കോള് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഈവൻ ചിലത് വിഷമമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും ചിലത് സംഭവിച്ചതിന് അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്, നിങ്ങളുടെ വിഷമത്തിന് അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. സോ ആ ഒരു വിഷമത്തിൽ തന്നെ നിങ്ങൾ ചില പ്ലേസിൽ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കാം, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഒരു സെൽഫ് അവെയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ കുറച്ച് വിഷമത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, ചില ആളുകളുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്, ചില ചിന്തകൾ റിലീസ് ചെയ്യുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഒരു ശീലമായി പോയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ചില സിറ്റുവേഷൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മളങ്ങനെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് പെട്ടെന്ന് നമുക്കങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വരാൻ സാധിച്ചോളണമെന്നില്ല. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3 what I can see is മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് അതായത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളെ കൊണ്ടാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ പല ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കാം, സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു പെയിൻ ഉണ്ടാവുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെടുത്ത് സ്ട്രോങ്ലി പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾ എവിടെ നിങ്ങളുടെ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നോ, ആരുമായിട്ട് നിങ്ങളെ പങ്കുവെക്കുന്നോ, നിങ്ങളുടെ ശരീരം മനസ്സ് ആരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കുന്നോ, നിങ്ങളുടെ എനർജി ആരുമായിട്ട് പങ്കുവെക്കുന്നോ, ഈ ഒരു സമയത്ത് നിങ്ങളത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നത്, എനർജി ഒരുപാട് എഫക്റ്റ് ആവുന്നത്, നിങ്ങൾക്കൊരു ടോക്സിസിറ്റി എവിടെയെങ്കിലും റിലേഷൻഷിപ്പ് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ എനർജറ്റിക്കലി വരുന്ന സമയത്ത് മെയിൻലി നിങ്ങളുടെ സാക്രൽ എനർജി, നിങ്ങളുടെ ഹാർട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സ്ട്രഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആരുമായിട്ടാണോ നിങ്ങൾ ഫിസിക്കലി കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ചിലത് നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്, ചില അഡിക്ഷൻസ്, ചില ആളുകളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം, ഒരു ഫാൻറ്റസി നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലത് നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഓക്കെ ചിലത് നല്ലതായിരിക്കാം, നല്ല ഒരു അഡിക്ഷൻ തരുന്ന ഒരു കാര്യമായിരിക്കാം, ബട്ട് വാട്ട് ഇഫ് അത് നമ്മളെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ സാഹചര്യമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് മസ്റ്റായിട്ട് വിട്ട് കളയേണ്ട ഒരു കാര്യമായിരിക്കാം. റൈറ്റ്, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്, റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ റീകണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങൾക്കൊരു റൈറ്റ് പാർട്ട്ണർഷിപ്പ് വേണം, ബട്ട് നിങ്ങളൊരു റോങ് പ്ലേസിൽ നിന്നായിരിക്കാം, ആ വ്യക്തി റോങ് എന്ന് പറയുന്നില്ല, ബട്ട് ഒരു റോങ് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഫൈനലി നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾക്ക് ഇനി ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്തോ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വിട്ടു പോവാൻ നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടാവുന്നുണ്ട്. അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കുറച്ച് സമയത്തേക്ക് ഒരു ആളുകളെ അടുത്തുനിന്ന് നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് വേണമെന്ന് പറയുന്നത് നിങ്ങളെ സാക്രൽ എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ആളുകൾ കൊണ്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്ലേസിലേക്കാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളടുത്ത് ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാം സംഭവിക്കുന്നതിന്
നിങ്ങളത് അർഹിക്കാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കാത്തത്. മേ ബി ആ ഒരു കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലെസൺ മാത്രമായിരിക്കാം, ലൈഫിൻ്റെ ഒരു പേർപ്പസ് മാത്രമായിരിക്കാം. ചില ആളുകളുമായിട്ട് കണക്ട് ചെയ്തത്, ചില ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വന്നത്, നിങ്ങളൊരു മിസ്റ്റേക്കിലേക്ക് വന്നത്, നിങ്ങളുടെ ഒരു ഹാബിറ്റിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, നിങ്ങൾ ചില ആളുകൾ വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. അത് പല രീതിയിലായിരിക്കാം, ആൽക്കഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സ്മോക്കിംഗ് ആയിരിക്കാം, ഓർ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓവറായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് അടിമപ്പെടുത്തുന്നുണ്ടായിരിക്കണം, റൈറ്റ്. സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ബട്ട് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് അതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾക്ക് നവംബർ മാസം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നുണ്ട്, അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ടാണ് ലൈക്ക് ഈ ഒരു നവംബർ മാസം അറ്റ്ലീസ്റ്റ് ഒരു 7-15 ഡേയ്സ് ടൈം നിങ്ങൾ ഹെൽത്തി ആയിട്ടൊരു ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു ഹാബിറ്റ് ആണ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓക്കെ, സോ ആൻഡ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ, മെയിൻലി കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. ബിക്കോസ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. റിയാലിറ്റിയിലേക്ക് വരിക, എല്ലാം കണ്ണ് തുറന്ന് നോക്കുക. ചില കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, അത് കിട്ടിയിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അത് വേണോ, എക്സാക്ട്ലി വേണോ, എവിടുന്നാണ് ആ ഒരു ഈഗോ, ആ ഒരു വേണം അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് കിടക്കുന്ന ഒരു ഈഗോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. ബിക്കോസ് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നവംബർ മാസം സംഭവിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. സോ അത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാനുള്ളൊരു ധൈര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ അത് റൈറ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ബിക്കോസ് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള പ്ലേസ്, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓൾ യു നീഡ് ടു ഡു ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ എങ്ങനെയാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക? ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. ചില കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യരുത്. ഗ്രൂപ്പ് നമ്പർ 3, കമോൺ. ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് അട്രാക്ട് ചെയ്യരുത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്കത് വിട്ട് കളയാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈവൻ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചില കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില ആളുകൾ, എസ്പെഷ്യലി ഇമോഷണൽ സിറ്റുവേഷൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഹോപ്പോണോപ്പോണോ പ്രാക്ടീസ് ചെയ്യുക. പോയിട്ടുള്ള സിറ്റുവേഷൻ, അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻ, ഇതൊക്കെ മനസ്സിലാക്കി അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി കണക്ട് ചെയ്ത് പ്രാക്ടീസ് ഹോപ്പോണോപ്പോണോ. അതല്ലാതെ നിങ്ങളുടെ എനർജി വേറൊരാൾക്ക് വേണ്ടി കൊടുക്കരുത്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചൂസ് സം അതർ പായൽ. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.